ഇന്ന് ഞായറാഴ്ചയായിട്ട് വളരെ നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയുള്ള രാവിലെ എഴുന്നേറ്റ് പോകാനുള്ള എല്ലാ ശ്രമവും അവിടെ പൊളിഞ്ഞു കേട്ടോ. പക്ഷേ ഞങ്ങൾ എന്തായാലും എഴുന്നേറ്റിട്ട് വേഗം തന്നെ റെഡി ആയി ഞങ്ങൾ പോകാൻ നോക്കി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിനാണ് പോയത്. നമുക്ക് ഇന്ന് പാതിരാകുന്നത്തുമന എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ ഒരു നാഗങ്ങളുടെ ഒരു അമ്പലമാണത്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോയത്. ഷൊർണൂരിൽ നിന്ന് വേറെ ബസ് കയറി പോകണം കേട്ടോ. ഞങ്ങളുടെ ബസ്സിലാണെങ്കിൽ ഒരു മനുഷ്യക്കുഞ്ഞു പോലും അത്രയും സീറ്റ് ഓടിക്കളിക്കാൻ അവിടെ കണ്ടക്ടർ പറയണ്ടായിരുന്നു, ക്രിക്കറ്റ് കളിക്കാമെന്ന് പറയണ്ടായിരുന്നു. അത്രയും മാത്രം സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ അറിയാലോ, ആ പോകുന്ന വഴികളെല്ലാം നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഷൊർണൂർ ബസ് സ്റ്റാൻഡിലെത്തി. അവിടുന്ന് വേറെ ബസ്സിലോട്ട് കയറിയിട്ടോ. ഞങ്ങൾ വേറെ ബസ്സിലോട്ട് കയറിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ ലേസും ജീരവും, ഞങ്ങൾ രാവിലെ ആണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഉച്ചയായി. അവിടെ അമ്പലത്തിൽ എത്തുമ്പോൾ തന്നെ ഒരു 12:45 കേട്ടോ. അമ്പല ദർശനം 12 മണി വരെയായിരുന്നു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് തന്നെ. ദർശനമെല്ലാം കഴിഞ്ഞ് വഴിപാടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ. പിന്നെ ആ പോകുന്ന നമ്മുടെ പരിയാനപ്പറ്റ അമ്പലം ആ വഴിയൊക്കെയാണ് കേട്ടോ പോവുക. നമുക്ക് പരിയാനപ്പറ്റ പൂരൊക്കെ അറിയാലോ, ഭയങ്കര ഫേമസ് ആണ്. കൊട്ടുമേളൊക്കെ അവിടുത്തെ ഭയങ്കര ഫേമസ്. അപ്പോൾ ആ വഴിയാണ് ഞങ്ങൾ പോയത് തന്നെ. അതുപോലെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ വന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഫ്രണ്ടിലുള്ള ഹോട്ടൽ അപ്സര, അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം രാവിലെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഒരു 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ ട്രെയിൻ ഉണ്ടായിരുന്നില്ല. 4:30-ക്കാണ് പിന്നെ ട്രെയിൻ വരുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ബസ്സിൻ്റെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബസ് കയറി ഞങ്ങൾ അവിടെ വടക്കേശാലിലെത്തി. വടക്കേശാലിലായിരുന്നു ഞങ്ങളുടെ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വടക്കേശാലിലെത്തി. വണ്ടി എടുത്ത് നേരെ ഹൈലൈറ്റ് മാളിലോട്ട് വന്നു കേട്ടോ. ഹൈലൈറ്റ് മാളിലെല്ലാം ഞായറാഴ്ച ഹൈലൈറ്റ് മാളിൽ വന്നില്ലെങ്കിൽ എന്തെങ്കിലും ഉറക്കം വരില്ല എന്നുള്ള ഒരു ഫീൽ പോലെയാണ് ഇപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മാൾ. നമുക്ക് ലുലു എങ്ങനെയാണോ അതേപോലെയാണ് നമുക്കിപ്പോൾ തൃശ്ശൂർക്കാർക്ക് ഹൈലൈറ്റ് മാൾ. സോ ഹൈലൈറ്റ് മാളിൽ വന്ന് നമ്മുടെ സൈൻ ലബാനിൽ വന്നിട്ട് ചീസ് ബോംബ് കഴിച്ചു. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ചീസ് ബോംബ് കഴിക്കാനായിട്ട്. കാരണം സൈൻ ലബാനിലെ സ്ഥലം ഞാൻ കഴിച്ചതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. സോ ചീസ് ബോംബ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ചീസ് ബോംബ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കണ്ണ് റൈഡിലൊക്കെ കുറേ കയറി. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റൈൽ യൂണിയനിൽ കയറി കേട്ടോ. ഒരു ലിപ്സ്റ്റിക് മേടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ അവിടെ പോയത്. കാരണം എന്താ വെച്ചാൽ ഞാൻ റീസെന്റ് അവിടെ പർച്ചേസ് ചെയ്ത ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ 2-3 എണ്ണം തന്നെ ആ ഷെയ്ഡ് മേടിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.